ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും ചെമ്മൽ പൂവിൻ്റെ ഇന്നത്തെ പുതിയൊരു എപ്പിസോഡിലേക്ക് സ്വാഗതം. എപ്പിസോഡിൻ്റെ തുടക്കത്തിൽ തന്നെ കാണിക്കുന്ന നമ്മുടെ സച്ചി ശരത്തിനെ അന്വേഷിച്ച് വീട്ടിലേക്ക് ചെല്ലുന്ന സമയത്ത് അവിടെ രേണുവും അമ്മയും മാത്രം ഉണ്ടാവട്ടെ. ഈ സമയത്ത് സത്യങ്ങളെല്ലാം തന്നെ സച്ചിക്ക് തുറന്നു പറയണമെന്നുണ്ടെങ്കിലും രേണുവിൻ്റെ അമ്മയ്ക്കും അതുപോലെ തന്നെ രേണുവിന് ഒരുപാട് പ്രതീക്ഷകളുണ്ടല്ലേ ശരത്തിനെ കുറിച്ച്. അതുകൊണ്ട് തന്നെ ഒന്നും പറയാതെ തന്നെ സച്ചി തിരികെ പോരുന്ന സമയത്ത് ഒരു നിമിഷം അവിടെ നിൽക്കുകയാണ്. വേഗം തന്നെ രേണുവിൻ്റെ അമ്മ വന്നിട്ട് ചോദിക്കുന്നുണ്ട്, എന്ത് പറ്റി മോനെ എന്ന് ചോദിക്കുന്ന സമയത്ത് ഒന്നുമില്ല എന്ന് പറഞ്ഞിട്ട് സച്ചി വേഗം തന്നെ പോവാണ് കേട്ടോ. സച്ചി പോയതിന് ശേഷം രേണു ചോദിക്കുന്നുണ്ട്, എന്ത് പറ്റിയമ്മ സച്ചി എന്ന്. സച്ചിയുടെ ആകെ വെല്ലാതിരിക്കുന്നല്ലോ എന്ന് ചോദിക്കുന്ന സമയത്ത് അറിയില്ല മോളെ, പ്രശ്നങ്ങളൊന്നും ഉണ്ടാവാതിരുന്നാൽ മതി എന്ന് രേണുവിൻ്റെ അമ്മ പറയുകയാണ്. പിന്നീട് കാണിക്കുന്ന വണ്ടിയിലേക്ക് കയറുന്ന ഉടനെ തന്നെ സച്ചി ചിന്തിക്കാൻ ഏതു വിധേനയും ശരത്തിനെ കണ്ടുപിടിക്കണം, അവനെ നേർവഴിക്ക് നടത്തണം, അല്ലെന്നാണെങ്കിൽ ശരിയാവുകയില്ല. അവൻ കോളേജിലേക്ക് പോയി എന്നല്ലേ അമ്മ പറഞ്ഞത്, എന്തായാലും അങ്ങോട്ട് തന്നെ പോയേക്കാം എന്ന് പറഞ്ഞുകൊണ്ട് നേരെ കോളേജിലേക്ക് ചെല്ലാണ്ട്. കോളേജിലേക്ക് ചെല്ലുന്ന സമയത്ത് ശരത്തിന്റെ രണ്ട് സുഹൃത്തുക്കളെ സച്ചി കണ്ടുമുട്ടുകയും, ശരത്ത് 3-4 മാസങ്ങൾക്ക് മുന്നേ കണ്ടിന്യൂസ് ആയിട്ട് ക്ലാസ്സിൽ വരുമായിരുന്നു, പിന്നീട് ക്ലാസ്സിൽ വരവ് കുറഞ്ഞു, ഇപ്പോൾ ഒരാഴ്ചയായിട്ട് ഒട്ടും വരുന്നില്ല എന്നൊക്കെ പറയുമ്പോഴത്തേക്കും സച്ചി ചിന്തിക്കുകയാണ്, അവൻ ക്ലാസ്സിലേക്ക് പോവാണെന്ന് പറഞ്ഞിട്ട് ഏത് വഴിക്കാണ് പോകുന്നത്, അവന്റെ നടപ്പത്ര ശരിയല്ലല്ലോ, എന്തായാലും അവനെ കണ്ടുപിടിച്ചേ മതിയാവൂ എന്നും പറഞ്ഞുകൊണ്ട് കോളേജിൽ നിന്ന് പോരുകയാണ്. ഇതേ സമയം കാണിക്കുന്നത് മഹേഷിനെയാണ് കേട്ടോ. മഹേഷിന് ഒരു ഓട്ടം കിട്ടി. മഹേഷ് വണ്ടിയുമായിട്ട് പോകാൻ തുടങ്ങുന്ന സമയത്താണ് ആന്റണിയുടെ കൂടെ ശരത്ത് അങ്ങോട്ടേക്ക് വരുന്നത് കേട്ടോ. ആന്റണിയെ കാണുമ്പോൾ തന്നെ മഹേഷ് ചോദിക്കുന്നുണ്ട്, എന്താ ആന്റണി ഇവിടെ എന്ന് ചോദിക്കുമ്പോഴത്തേക്കും, നിനക്കെന്താ ഒന്നും മനസ്സിലാവാത്ത പോലെ സംസാരിക്കുന്നത്, 2 ദിവസം കഴിയുമ്പോൾ പൈസ തരാമെന്നല്ലേ പറഞ്ഞത് എന്ന് ചോദിക്കാൻ കേട്ടോ. വേഗം തന്നെ മഹേഷ് പറയുന്നുണ്ട്, ആന്റണി ഞാൻ നിനക്ക് വേണ്ടിയുള്ള പൈസ ഒപ്പിച്ചതായിരുന്നു, പക്ഷെ വേറൊരു മുഖേന എനിക്ക് ആ പൈസ കൊടുക്കേണ്ടി വന്നു, 2 ദിവസം കൊണ്ട് എനിക്ക് സമയം പൈസ ഞാൻ എങ്ങനെയാലും ഒപ്പിച്ച് തരാമെന്നൊക്കെ പറയുന്ന സമയത്ത് ആന്റണി വേഗം പറയാണ്, നിനക്ക് പൈസ ഒപ്പിക്കാൻ പറ്റില്ലെങ്കിൽ വേണ്ട, നീ നിന്റെ ഭാര്യയെ എനിക്ക് വിട്ടു തന്നേക്കാനായിട്ട് പറയാണ്ട്. ഇത് കേൾക്കുമ്പോഴത്തേക്കും മഹേഷിന് സഹിക്കാനാകുന്നില്ല. വേഗം തന്നെ ആന്റണിയുടെ ഷോൾഡറിന് കുത്തിപ്പിടിച്ചിട്ട് അടിക്കുകയാണ്. ഈ ഒരു കാഴ്ച കാണുമ്പോഴത്തേക്ക് ശരത്തിന് തന്റെ ജീവനായി സ്നേഹിക്കുന്ന ആന്റണിയെ തല്ലുന്ന കാണുമ്പോഴത്തേക്ക് സഹിക്കുന്നില്ല കേട്ടോ. വേഗം വന്നിട്ട് ആന്റണിയെ പിടിച്ചു മാറ്റിയതിന് ശേഷം മഹേഷിനെ ഒരുപാട് തല്ലുന്നുണ്ട്. ഈ സമയത്ത് മഹേഷ് പറയുന്നത്, ശരത്തെ വേണ്ട, ഞാൻ തല്ലേ എന്നൊക്കെ പറയുന്നുണ്ടെങ്കിലും മഹേഷിനെ ശരത്ത് പൊതുരെ തല്ലിക്കൊണ്ടിരിക്കുകയാണ്. ഈ ഒരു കാഴ്ച കണ്ടുകൊണ്ടാണ് സച്ചി അങ്ങോട്ടേക്ക് വരുന്നത് കേട്ടോ. ശരത്ത് മഹേഷിനെ തല്ലുന്നത് മാത്രമല്ല, അമ്മയുടെയും അനീതിയുടെയും രേവതിയുടെ വരെയും പ്രതീക്ഷകൾ നശിപ്പിച്ച് ശരത്തിനെ കാണുമ്പോഴത്തേക്കും സച്ചിക്ക് ഭയങ്കരമായിട്ട് ദേഷ്യം ഇരട്ടിക്കുകയാണ്. വേഗം തന്നെ സച്ചി വന്നിട്ട് ശരത്തിനെ മഹേഷിന്റെ അടുത്ത് നിന്ന് ഉന്തി നീക്കുകയാണ്. ഈ ഒരു കാഴ്ച കാണുമ്പോഴത്തേക്കും ആന്റണി വേഗം, നീ എന്തിനാ എന്റെ ശരത്തിനെ കാണിച്ചതെന്ന് പറഞ്ഞുകൊണ്ട് സച്ചിയെ തല്ലാനായിട്ട് ചെല്ലുകയാണ്. സച്ചിയുടെ കയ്യിൽ നിന്ന് നല്ല കണക്കിന് തന്നെ ആന്റണിക്ക് കിട്ടുന്നുണ്ട് കേട്ടോ. ഈ ഒരു കാഴ്ച കാണുമ്പോഴത്തേക്കും ശരത്തിനെ സഹിക്കുന്നില്ല. ശരത്ത് വേഗം വന്നിട്ട്, സച്ചിയേട്ടാ എന്തിനാ ആന്റണി ചായനെ തല്ലിയത് എന്ന് ചോദിക്കുമ്പോഴത്തേക്കും, നീ ഒന്ന് പോടാ എന്നും പറഞ്ഞുകൊണ്ട് വീണ്ടും ആന്റണിയെ തല്ലാനിരിക്കുന്ന സമയത്ത് ശരത്ത് വേഗം സച്ചിയുടെ കോളറിൽ പിടിച്ചിട്ട് പറയുകയാണ്, നിങ്ങളോട് ഞാൻ പറഞ്ഞില്ലേ ആന്റണി ചായനെ തല്ലരുത്, ഇനി ആന്റണി ചായനെ തല്ലിയ ചേച്ചിയുടെ ഭർത്താവാണ് ഞാൻ നോക്കിയില്ല എന്നൊക്കെ ഉള്ള ഒരു ഭീഷണി സ്വരത്തിൽ ശരത്ത് സംസാരിക്കുന്നത് കേൾക്കുമ്പോഴത്തേക്കും സച്ചിക്ക് തന്റെ ഉള്ളിൽ വരുന്ന ദേഷ്യം പിടിച്ചെടുക്കാനാകുന്നില്ല കേട്ടോ. എന്നിരുന്നാലും എന്തെങ്കിലും പ്രശ്നമുണ്ടായാലോ എന്ന് കരുതിക്കൊണ്ട് തന്നെ, നീ മാറി നിൽക്കുക എന്നും പറഞ്ഞുകൊണ്ട് ശരത്തിനെ തള്ളി നീക്കുന്നുണ്ടെങ്കിലും ശരത്ത് വേഗം നിന്ന് സച്ചിയെ പിടിച്ചു നിർത്തിയിട്ട് കോളറിനെ കുത്തിപ്പിടിക്കുകയാണ്. ഇതും കൂടി ആകുമ്പോഴത്തേക്ക് സച്ചിക്ക് സഹിക്കാനാവുന്ന സച്ചി വേഗം ശരത്തിന്റെ വലതു കൈ എടുത്തിട്ട് ബാക്കിലേക്ക് തിരിച്ചു വെക്കുകയാണ്. എന്നിട്ട്, നിന്നോട് പറഞ്ഞില്ലേ മര്യാദയ്ക്ക് ഇരിക്കേണ്ടത്, നീ പറഞ്ഞ അനുസരിക്കില്ലാലേ എന്നും പറഞ്ഞുകൊണ്ട് ബലം പിടിച്ച് പുറകിട്ട് ഇങ്ങനെ വലിച്ചു പിടിച്ചിരിക്കുകയാണ് കേട്ടോ. ഈ ഒരു സമയത്ത് ശരത്ത് പറയുന്നുണ്ട്, സച്ചിയുടെ കൈവിടെ, എനിക്ക് വേദനിക്കുന്നു എന്ന് പറയുന്നുണ്ടെങ്കിലും നിനക്ക് വേദനിക്കുന്നുണ്ടല്ലേ, വേദനിക്കട്ടെ എന്നും പറഞ്ഞുകൊണ്ട് സച്ചി ബലം പിടിച്ചു വെച്ചിരിക്കുകയാണ്. ഈ ഒരു സമയത്ത് ആന്റണി തടയാനായിട്ട് വരുന്നുണ്ടെങ്കിലും ആന്റണിക്കേറ്റം കണക്കിന് കിട്ടുന്നുണ്ട് കേട്ടോ സച്ചിയുടെ കയ്യിൽ നിന്ന്. പിന്നീട് മഹേഷ് വന്നിട്ടാണ് ശരത്തിനെ സച്ചിയുടെ കയ്യിൽ നിന്ന് പിടിച്ചു മാറ്റുന്നത്. ഇവരെല്ലാവരും പോയി കഴിയുമ്പോൾ മഹേഷ് സച്ചിയോട് ചോദിക്കുന്നുണ്ട്, സച്ചി ഞാൻ കാരണം നിങ്ങളുടെ ബന്ധത്തിനിടയ്ക്ക് വിള്ളലുണ്ടായില്ലേ, നീ ശരത്തിനെ തല്ലുണ്ടായിരുന്നു എന്നൊക്കെ പറയുമ്പോഴത്തേക്കും, ശരത്തിനെ തല്ലിയത് നീ കാരണം കൊണ്ടല്ല, അതിന് വേറൊരു കാരണമുണ്ട്, ആന്റണിയെ തല്ലിയത് അത് നിന്നെ തല്ലിയത് കൊണ്ട് തന്നെയാണെന്ന് സച്ചി മറുപടി പറയുന്നുണ്ട്. അതിനുശേഷം എന്ത് കാരണം കൊണ്ടാണ് മഹേഷിനെ ആന്റണി തല്ലിയത് എന്ന് ചോദിക്കുന്ന സമയത്ത്, ഈ മാസം കൊടുക്കാനുള്ള പലിശ മുടങ്ങിയെന്ന് വേറൊരു സുഹൃത്ത് പറയുകയാണ്. സമയത്ത്, എടാ മഹേഷ്, നീ ആന്റണിക്ക് കൊടുക്കാനുള്ള പൈസയാണ് അച്ഛന് വേണ്ടിയിട്ട് ഹോസ്പിറ്റലിൽ കൊടുത്തതെന്ന് ചോദിക്കുന്ന സമയത്ത്, അതൊക്കെ പോട്ടെ, 2 ദിവസം കഴിയുമ്പോൾ നമുക്ക് എങ്ങനെയല്ല പൈസ ഒപ്പിച്ചു കൊടുക്കാമെന്ന് മഹേഷ് പറയുകയാണ്. പിന്നീട് കാണിക്കുന്നത് ശരത്തിനെയും കൂട്ടിക്കൊണ്ട് തന്റെ ഓഫീസിലേക്ക് ചെന്നിരിക്കുകയാണ് ആന്റണി പറയുന്നുണ്ട്, നിന്റെ ചേച്ചിയുടെ ഭർത്താവായതുകൊണ്ടാണ് ഞാൻ വെറുതെ വിട്ടത്, അല്ലെങ്കിൽ നിന്നെ തല്ലേ സച്ചിയെ ഞാൻ വെറുതെ വിടുകയില്ലായിരുന്നു എന്നൊക്കെ പറയുന്ന സമയത്ത് ആന്റണി ചായ എനിക്ക് കൈക്ക് ഭയങ്കര വേദനയുണ്ട് എന്ന് പറയുകയാണ് കേട്ടോ. ഈ സമയത്ത് ആന്റണി ഹോസ്പിറ്റലിൽ പോകാമെന്നൊക്കെ പറയുന്നുണ്ടെങ്കിൽ, വേണ്ട ആന്റണി ചായ, ഞാൻ എന്തായാലും വീട്ടിലേക്ക് ചെല്ലട്ടെ, ഇന്നിപ്പോൾ ഒരുപാട് ലേറ്റായില്ലേ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ആ വേദനിക്കുന്ന കൈകളോട് കൂടി തന്നെയാണ് ശരത്ത് വീട്ടിലേക്ക് ചെല്ലുന്നത്. ശരത്തിനാണെങ്കിൽ കൈ അനക്കാനേ സാധിക്കുന്നില്ല കേട്ടോ. വീട്ടിലേക്ക് കയറി ചെല്ലുമ്പോൾ തന്നെ ലക്ഷ്മി ചോദിക്കുന്നുണ്ട്, എന്താ മോനെ നീ ഇത്ര ലേറ്റ് ആയത്, നിന്നെ എത്ര തവണ വിളിച്ചു എന്ന് ചോദിക്കുന്ന സമയത്ത്, അമ്മയോട് ഞാൻ പറഞ്ഞില്ലേ ഇന്ന് എനിക്ക് സ്പെഷ്യൽ ക്ലാസ് ഉണ്ടെന്ന്, അതുകൊണ്ട് തന്നെ ക്ലാസ് റൂമിൽ ഫോൺ എടുക്കാനായിട്ട് അവർ സമ്മതിക്കുകയില്ല എന്നൊക്കെ ശരത്ത് പറയുമ്പോഴത്തേക്കും, അമ്മ അത് മറന്നുപോയി മോനെ, 2-3 പൂ കെട്ടിക്കൊണ്ട് കൊടുക്കാനുണ്ടായിരുന്നു, അതിന് വേണ്ടിയിട്ട് നിന്നെ വിളിച്ചു, നീ ഒന്ന് കൊണ്ടേ കൊടുക്കാമോ എന്ന് നമ്മുടെ ലക്ഷ്മി പറയുന്ന സമയത്ത്, അവൻ എന്തായാലും ഇപ്പോൾ വന്നല്ലേ ഉള്ളൂ അമ്മ, ഞാൻ കൊണ്ടേ കൊടുത്തോളാം എന്ന് പറഞ്ഞുകൊണ്ട് രേണു ആ പൂക്കളുമായിട്ട് പുറത്തേക്ക്
ഇറങ്ങാൻ തുടങ്ങുന്ന സമയത്ത് ശരത്തിൻ്റെ വലത് കൈക്ക് തട്ടിയിട്ട് ശരത്ത് ഞാൻ പോയിട്ട് വരാട്ടോടാ എന്ന് പറയാം കേട്ടോ. രേണു തട്ടുന്ന സമയത്ത് ശരത്തിന് നന്നായിട്ട് തന്നെ വേദനിക്കുന്നുണ്ട്. ശരത്ത് കരയുമ്പോഴത്തേക്കാണ് ഞാനിന്ന് പതുക്കെയല്ലേ തട്ടിയോളൂ എന്ന് രേണു ചോദിക്കുന്നുണ്ട്. അതല്ല വരുന്ന വഴിക്ക് താൻ ബൈക്കിൽ നിന്ന് വീണു, തൻ്റെ കൈക്ക് ഭയങ്കര വേദന എന്നൊക്കെ ശരത്ത് പറയുമ്പോഴത്തേക്കും രേണുവിനും അമ്മയ്ക്ക് അത് സഹിക്കാനാവുന്നില്ല. വേഗം തന്നെ ശരത്തിനെയും കൂട്ടിക്കൊണ്ട് ഹോസ്പിറ്റലിലേക്ക് ചെല്ലുകയാണ്. ഹോസ്പിറ്റലിലേക്ക് ചെന്നതിന് ശേഷം ഡോക്ടർ കാണുന്ന സമയത്ത് ഡോക്ടർ ചോദിക്കുന്നുണ്ട്, ഇത് വണ്ടിയിൽ നിന്ന് വീണൊരു വീഴ്ചയാണെന്ന് തോന്നുന്നില്ല, എന്ത് പറ്റിയെന്ന് ചോദിക്കുമ്പോഴത്തേക്കും അമ്മയും രേണുവും അടുത്ത് നിൽക്കുന്നത് കൊണ്ട് തന്നെ ശരത്തിന് തുറന്നൊന്നും തന്നെ പറയാൻ സാധിക്കുന്നില്ല കേട്ടോ. ശരത്ത് വേഗം തന്നെ പറയുകയാണ്, വണ്ടിയിൽ നിന്ന് വീണത് തന്നെയാണ്, എതിരൊരു കാറ് വന്ന സമയത്ത് വേഗം ബ്രേക്ക് പിടിച്ചു, ബൈക്ക് മറിഞ്ഞു, കൈക്ക് അപകടം പറ്റിയതാണെന്നൊക്കെ ശരത്ത് നുണ പറയുകയാണ് കേട്ടോ. ഡോക്ടറെ കണ്ടിട്ട് പുറത്തിറങ്ങി നിൽക്കുന്ന സമയത്താണ് രേവതി അങ്ങോട്ടേക്ക് വരുന്നത്. രേവതി വന്ന ഉടനെ തന്നെ ശരത്തിനോടായിട്ട് പറയുന്നുണ്ട്, മോനെ ശരത്തെ സൂക്ഷിച്ചൊക്കെ നടക്കണ്ടേ, നിനക്കിത് എവിടെ നിന്ന് വണ്ടി കിട്ടി, നിന്നോട് മറ്റുള്ളവരെ വണ്ടി എടുത്ത് ഓടിച്ചു പോകരുത് എന്നൊക്കെ പറഞ്ഞിട്ടില്ലേ എന്നൊക്കെ ചോദിക്കുന്ന സമയത്ത് ചേച്ചി ഇത് പറയാനാണ് വന്നത്, എന്തായാലും ഹോസ്പിറ്റലിലെ പൈസ ഒന്നും ചേച്ചി കൊടുക്കണ്ട, പൈസയുടെ കാര്യം ചേച്ചി അറിയണ്ട എന്ന് പറയുകയാണ് കേട്ടോ. വേഗം തന്നെ രേവതി പറയുന്നുണ്ട്, ഞാൻ അത് ഉദ്ദേശിച്ച് പറഞ്ഞതല്ല, പൈസ നമുക്കത് പോട്ടെ, അതെങ്ങനെയും ഉണ്ടാക്കാം, പക്ഷെ നീ വീണ് കൈക്ക് പറ്റുന്നതിന് പകരം നിനക്ക് വേറെ എന്തെങ്കിലും പറ്റുന്ന എന്ത് ചെയ്തേനെ, അമ്മയ്ക്ക് രേണുവിനൊക്കെ നീ മാത്രമല്ലേ കൂട്ടിനുള്ളൂ എന്നൊക്കെ നമ്മുടെ രേവതി പറഞ്ഞിങ്ങനെ മനസ്സിലാക്കിയാണ്. കൂടുതൽ തന്നെ പറയുന്നുണ്ട്, സച്ചേട്ടൻ ഒന്നും തന്നെ അറിഞ്ഞിട്ടില്ല, സച്ചേട്ടൻ അറിഞ്ഞ് ഇങ്ങോട്ട് വരട്ടെ, ഞാൻ വിളിച്ച് പറയുന്നുണ്ട്, നിനക്ക് നല്ല കണക്കിന് കിട്ടും എന്നൊക്കെ പറയുന്ന കൂട്ടത്തിൽ തന്നെ നിങ്ങൾ എന്തെങ്കിലും ഭക്ഷണം കഴിച്ചു എന്ന് ചോദിക്കുന്ന സമയത്ത് ശരത്ത് വന്ന ഉടനെ തന്നെ ശരത്ത് വന്ന ഉടനെ തന്നെ ഇങ്ങോട്ടേക്ക് പോരുകയായിരുന്നു, ഒന്നും കഴിച്ചില്ല എന്ന് പറയുകയാണ് കേട്ടോ. വേഗം തന്നെ രേവതി നിങ്ങൾക്കുള്ള ജ്യൂസും മേടിച്ചുകൊണ്ട് വരാമെന്ന് പറഞ്ഞിട്ട് അവിടെ നിന്ന് പോവുകയാണ് കേട്ടോ. ഇതെല്ലാം കേട്ടിട്ടും ഒരു മനസ്താപവും ഉണ്ടാവാതെ സച്ചി തന്നെ ഉപദ്രവിച്ച കാര്യങ്ങളിൽ ഓരോന്നായിട്ട് ഓർത്തെടുത്തുകൊണ്ട് വാശിയോടെ വൈരാഗ്യത്തോടെ നിൽക്കുന്ന ശരത്തിനെ കാണിച്ചുകൊണ്ടാണ് ഇന്നത്തെ എപ്പിസോഡ് അവസാനിക്കുന്നത്. വീഡിയോ ഇഷ്ടമായി എന്ന് കരുതുന്നു. വീഡിയോ ഇഷ്ടമായി കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യാനും കൂടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്.